കെഎസ്ആർടിസിയുടെ ആദ്യ മിന്നൽ സൂപ്പർ ഡീലക്സ് ഇന്റർസ്റ്റേറ്റ് സർവീസിന് ഇന്ന് തുടക്കമാകും. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് കൊല്ലൂർ മൂകാംബികയിലേക്കും കന്യാകുമാരിയിലേക്കുമാണ് സർവീസ് ആരംഭിക്കുന്നത്. രണ്ട് സർവീസുകളുടെയും ഏകദേശം മുഴുവൻ സീറ്റും ഇതിനോടകം ബുക്ക് ചെയ്തു കഴിഞ്ഞു. കന്യാകുമാരിയിലേക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഇനി എളുപ്പം എത്താം. പാലക്കാട് ഡിപ്പോയിൽ നിന്നും കെഎസ്ആർടിസിയുടെ ആദ്യ മിന്നൽ സൂപ്പർ ഡീലക്സ് ഇന്റർസ്റ്റേറ്റ് സർവീസിനാണ് ഇന്ന് തുടക്കമാകുന്നത്. പാലക്കാട് യൂണിറ്റിൽ നിന്ന് രണ്ട് മിന്നൽ സർവീസുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പ്രത്യേക താല്പര്യം എടുത്ത് പാലക്കാട് യൂണിറ്റിൽ നിന്നും രണ്ട് സർവീസ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. വേറൊരു യൂണിറ്റിൽ നിന്നും മിന്നൽ സർവീസ് ഇതുവരെ ഇൻ്റർസ്റ്റേറ്റ് സർവീസായിട്ട് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് ഒന്ന് മൂകാംബികയ്ക്കും ഒന്ന് കന്യാകുമാരിയിലേക്കാണ് നമ്മൾ സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 8-ന് മൂകാംബികയിലേക്ക് പുറപ്പെടുന്ന ബസ്സിൽ 717 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. രാത്രി 7:30-ന് പാലക്കാട് നിന്നും പുറപ്പെടുന്ന കന്യാകുമാരി ബസ്സിൽ 596 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള ബസ്സിലെ 39 സീറ്റുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പാലക്കാട് യൂണിറ്റിൽ നിന്ന് രണ്ട് മിന്നൽ സർവീസുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പ്രത്യേക താല്പര്യം എടുത്ത് പാലക്കാട് യൂണിറ്റിൽ നിന്നും രണ്ട് സർവീസ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. വേറൊരു യൂണിറ്റിൽ നിന്നും മിന്നൽ സർവീസ് ഇതുവരെ ഇൻ്റർസ്റ്റേറ്റ് സർവീസായിട്ട് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് ഒന്ന് മൂകാംബികയ്ക്കും ഒന്ന് കന്യാകുമാരിയിലേക്കാണ് നമ്മൾ സർവീസ് ആരംഭിക്കുന്നത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പാലക്കാട് ഡിപ്പോ സന്ദർശിച്ചപ്പോൾ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഇന്ന് വൈകിട്ട് സർവീസ് ആരംഭിക്കുന്ന കന്യാകുമാരി ബസ്സും മൂകാംബിക ബസ്സും വമ്പൻ ഹിറ്റായി കഴിഞ്ഞു. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.